റഷ്യയിലെ കോഫിക്കകത്ത് എന്താണെന്നറിയോ? പഞ്ഞിമിഠായി. ഓ കൊള്ളാലോ, സുന്ദരിയായിട്ടുണ്ടല്ലോ. മോനാ ചേട്ടാ എങ്ങനെയാ ഫ്ലൈ ചെയ്ത കാണിച്ചേ? ഓ ഓയ്യോ എറിഞ്ഞോ? കണ്ണടച്ചങ്ങ് ആഞ്ഞെറിഞ്ഞോ പറയാ. Hi guys, welcome to our new vlog. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അർബാറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എസ്പെഷ്യലി മോസ്കോ അറ്റ് നൈറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ. പക്ഷേ ഇപ്പോഴും സമയം നോക്കിക്കോ, 8:15 പക്ഷെ എന്നാലും ഇരുട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളിന്നൊരു 10-11 മണിയാവും റൂമിലേക്ക് വരാനായിട്ട്. പക്ഷെ അതല്ല, നമ്മൾ മെട്രോ കയറിയാണ് പോകുന്നത്. ആൻഡ് ആ ഒരു അർബാറ്റ് സ്ട്രീറ്റ് എത്തുന്നതിന് മുമ്പ് മോസ്കോവിൻ്റെ ഹാർട്ട് റെഡ് സ്ക്വയർ ആണെങ്കിൽ സോളാണ് അർബാറ്റ് സ്ട്രീറ്റ്. കാരണം അവിടെയാണ് എല്ലാ ഹാപ്പനിങ്സും, ആ ഒരു കൾച്ചറും ആർട്ടിസ്റ്റിൻ്റെകളുടെ പഴയ തിയേറ്റേഴ്സും അങ്ങനത്തെ ഉള്ള സംഭവം. പ്ലസ് ഇറ്റ്സ് എ വെരി ലൈവ്ലി സ്ട്രീറ്റ്. പക്ഷേ ഇത് നോക്കും, മോസ്കോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി തന്നെ, മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി തന്നെ ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ്. ആൻഡ് ജസ്റ്റ് സീ വേറൊരു മെട്രോ സ്റ്റേഷൻ. നമ്മളിവിടെ വന്നിട്ടില്ല, പക്ഷെ എന്തൊരു ഭംഗിയാ നോക്ക്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളങ്ങനെ എത്തി. പക്ഷെ ഇപ്പോഴും ഇരുട്ടിയിട്ടില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ലൈറ്റ്സ് ഒക്കെ ഇട്ടുള്ള ഒരു മോസ്കോ കാണാനാണ്, അർബാറ്റ് സ്ട്രീറ്റ് കാണാനാണ്. പക്ഷേ ഓബിയസ്ലി അവിടെ സ്കൂട്ടർ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും സ്കൂട്ടർ ഡോക്ടേഴ്സെ വിളിക്കുള്ളൂ കേട്ടോ. അതെ, ഡോക്ടറെ കുറെ ജൂനിയേഴ്സ് ഇന്ദുലേക്ക് അങ്ങനെയൊക്കെ ആരൊക്കെയോ എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടില്ല. കോയമ്പത്തൂരം കണ്ടാണോ പഠിച്ചത്? ആടാ. ഡോക്ടർ ഇപ്പോൾ കോളേജിലൊരു സ്റ്റാർ ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആ വെറുതെ അല്ല. ഓഹോ, ചോക്ലേറ്റ് സിനിമ പോലെയാണല്ലോ. അതെ, ഇവിടെ ഇപ്പൊ ഒന്നും നടക്കില്ലല്ലോ അല്ലേ? ഒരു 9:30-10:10 കാണുമല്ലോ. അപ്പൊ നമുക്കിത് പൊളിക്കാം. അതെ, എനിക്ക് ഹണി കേക്ക് കഴിക്കണം എന്നുണ്ട്. എവിടെ നിന്നെങ്കിലും കിട്ടുമോ? കിട്ടും അല്ലേ? ആ, പ്രിയക്ക് കോഫി. നമ്മളൊന്നും കുടിക്കാതെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ കഴിച്ചിട്ട് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. കിടന്ന് ഉറങ്ങി. ഭയങ്കര ടയേർഡായിരുന്നേ. നമ്മളാ പുതിയൊരു ഹോട്ടലിൽ പോയി. നല്ല ഹോട്ടലായിരുന്നു. പ്രിയ, ഇവിടുത്തെ ബിൽഡിങ്സ് കണ്ട എല്ലാവരും ഭയങ്കര പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. അപ്പുറത്തെ ഒരു ചേർച്ച്. ആ സമയത്ത് ഇത് കുറച്ച് മറ്റേ ബോംബെയിലെ താജിന്റെ ലുക്ക്, കുറച്ച് ആ ലുക്കൊക്കെ ഉണ്ട്. അതെ, ആ സമയത്ത് തൊട്ടപ്പുറത്തെ ഒരു മോഡേൺ ബിൽഡിംഗ്. സംഭവമാണല്ലേ റഷ്യ. ഡോക്ടറെ ഞങ്ങൾ കേരളത്തിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറയണ്ട. ഇത് നമ്മുടെ ഒരു ഹീലിന്റെ സാനിറ്റൈസർ ആണ്. ഇത് ഹീൽ കേട്ടിട്ടുണ്ടോ? അല്ലേ? ഓക്കെ. ഇത് ആക്ച്വലി നിങ്ങൾ ഒരുപാട് മെട്രോയിലൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നല്ല സംഭവമാണ്, വളരെ കോമ്പാക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തതാ, നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. ഹീല് നമ്മുടെ മലയാളികളുടെ സ്വന്തമാണ്. കുറച്ചടിച്ചോ? ഓ പ്രിയ, അതാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ, ഞാൻ ഇവിടെ ഹീലിനെ പരിചയപ്പെടുത്തുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പ്രിയക്ക് കോഫി വേണോ? അകത്ത് പക്ഷെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ആ, നല്ലതല്ലേ? ആ, നല്ല സാധനം. ഇത് നമുക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? മാത്രല്ല ഹീലിന്റെ ഹാൻഡ് വാഷും ഉണ്ടല്ലോ. അതൊക്കെ ഇവിടെ കിട്ടില്ലല്ലോ. ഡ്രൈ ആവില്ല കൈ ഒട്ടും. അതെ, നമ്മളപ്പോ അവിടെ എത്തുന്നവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കണല്ലോ. പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ സാധനം പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ, ഞാൻ പറഞ്ഞു പഠിപ്പിച്ചാന്ന് പറയാം. ഇപ്പൊ എന്തായാലും ഞാൻ വരണം കേട്ടോ. അവിടെ ഷോപ്പില്ല, നമ്മൾ എക്സിബിഷൻ വെക്കാം, അപ്പൊ വരണം. പ്രിയ, റഷ്യന്നും ബാങ്കോക്ക് ഫാഷന്റെ ഒരു ഷോപ്പ് തുടങ്ങണം. എല്ലാ ഇന്ത്യൻ റുപ്പീസ് 100,000 താഴെ ആയിരിക്കും. അല്ല, ഇന്ത്യൻസ് വന്നാ മതി. റഷ്യൻസ് വരണം നിർബന്ധമില്ല. കണ്ട റഷ്യൻസും വരും. അപ്പൊ നമുക്ക് അത് ഈ മുടിയുടെ കളറും കൂടെ ഉള്ളതുകൊണ്ട് അവര് ചിലപ്പോ വിചാരിക്കും റഷ്യൻ തന്നെയാണ് കട നടത്തുന്നത്. ഇനി ഞാൻ റഷ്യൻ ലാംഗ്വേജും കൂടെ പഠിച്ചു. ഇരുട്ടുവോ ഇപ്പോഴെങ്കിലും? സമയം 9 മണിയായി. ഇപ്പോഴാണ് ചായ കുടിക്കുന്നത്. ഇത് കണ്ട
ഞാൻ തരില്ല, എന്നോട് ചോദിക്കരുത്. റഷ്യയിലെ കോഫിക്ക് അകത്ത് എന്താണെന്നറിയോ? പഞ്ഞിമിഠായി. പഞ്ഞിമിഠായി ഉള്ള കോഫി 100 രൂപയുള്ളൂ. എന്താ എങ്ങോട്ടാ ഫോണൊക്കെ വെക്കുന്നത്? എന്താ കുടിച്ചു നോക്കണ്ട, ഒരു നിർബന്ധം, ഒരു കാര്യമില്ല. ആ സാധാരണ കോഫി കുടിക്കുന്നവർക്ക് ഇതൊക്കെ അത് അർഹിക്കുന്നില്ല. ഒന്നും എക്സ്പെരിമെന്റ് ചെയ്യുന്നില്ല. കോഫി വിത്ത് പഞ്ഞിമിഠായി, കോട്ടൺ ക്യാൻഡി. എങ്ങനെയുണ്ട്? കോഫി വിത്ത് പഞ്ഞിമിഠായി അമേസിംഗ്. ഇതിൻ്റെ അകത്ത് കാരമൽ സിറപ്പ് ഉണ്ട്, പിങ്ക് ഒരു എന്താ പറയുക, റോസ് മിൽക്കിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, നൈസ് ക്രീമി മിൽക്ക്. ഒരു മിനിറ്റ്, ഇറ്റ് ഈസ് സോ ഗുഡ്, ഇറ്റ് ഈസ് സോ ഗുഡ്. കോഫി വിത്ത് പഞ്ഞിമിഠായി. ആരത്? ആരത്? പാത്തു ആണേ. പാത്തുവിന് കാണാൻ ഭയങ്കര ആഗ്രഹം. പാത്തു കണ്ടു നോക്ക്. പാത്തു, കോഫി വിത്ത് പഞ്ഞിമിഠായി വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലുക്ക് അറ്റ് ദിസ്, ലുക്ക് അറ്റ് ദിസ്. എവിടെ? പ്രിയ, ഇതുപോലെ ആയിരിക്കണം പ്രിയ. ഇപ്പൊ മനസ്സിലായ? കൂട്ടുകാരായി ഇതുപോലെ വേണം. നിങ്ങൾ ഡെയിലി വരണം കേട്ടോ. നമ്മൾ 2-3 ദിവസം ഉള്ളൂ, എന്നാലും ഡെയിലി ഇതുപോലത്തെ സ്ട്രോബെറി ഉണ്ട്. നോക്കട്ടെ, റഷ്യൻ സ്പെഷ്യാലിറ്റി ചോക്ലേറ്റ്സ്. അങ്ങനെ നമ്മളിത് അർബാറ്റ് സ്ട്രീറ്റ് എത്തുവാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൺഫ്യൂഷൻ ആവും. കാരണം ആ കാണുന്നത് ഇപ്പം നമ്മൾ പോകുന്നത് ഓൾഡ് അർബാറ്റാണ്, മെയിൻ റോഡ് ന്യൂ അർബാത്താണ്. പക്ഷെ ന്യൂ അർബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് എ റിംഗ് റോഡ്, ഹൈവേ ഒക്കെ കണക്ട് ചെയ്യുന്നതാണ്. Улица глаза, твои улица рот. Не забуду никогда, даже если умрет, даже если умрет мировой океан. И не рыбы вместо рыбы, не люди вместо нас. Город был, остался другой, просто богат. Город просто... So, welcome to Arbat Street. അല്ലേ പ്രിയ? Yeah. Welcome to Arbat Street. Arbat Street. പക്ഷെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. സാറിന് സമയം 9:30 ആയിട്ടുള്ളൂ. 10 മണിയാവാതെ ഇരുട്ടില്ല. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞാൻ റഷ്യൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണേ. 2-3 വാക്കുകളെങ്കിലും പഠിക്കണം. സ്പസീബ എന്ന് പറഞ്ഞാൽ താങ്ക് യു. ഇൻസ്റ്റാഗ്രാമിൽ ഗുഡ് മോർണിംഗ് എന്തോ ഉത്തരോന്ന് ഇട്ടപ്പോ എന്നെ കുറെ പേര് കളിയാക്കി, ചേച്ചി എവിടെ കയറിയിരിക്കുകയാണ്, എങ്ങോട്ടേക്കാ ഉത്തരോന്ന്, താഴേക്ക് ഉത്തരോന്ന്. ഇത് കണ്ട് ഇതുപോലത്തെ സൈക്കിൾസ് ഇവിടെ വളരെ കോമൺ ആണ്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലൊക്കെ ഡെലിവറി ബോയ്സ് സ്വിഗ്ഗിയിലല്ല വരുന്നത്. ഇവിടെ ബൈക്കൊന്നും എടുത്തിട്ട് എത്താൻ പറ്റില്ല. സോ അവർ ഇതുപോലത്തെ വണ്ടികൾ റെന്റ് ചെയ്ത് മെട്രോയിലേക്ക് കയറി, എല്ലാം മെട്രോ വഴിയാണ് വരുന്നത്. ഇതെടുത്ത് മെട്രോന്റെ അകത്ത് വരെ കൊണ്ടുപോകാം. എന്നിട്ട് അവിടുന്ന് ഇതുപോലെ അവർ ഫുഡ് ഡെലിവറിക്ക് പോകും. തിരിച്ചു വരുമ്പോൾ മെട്രോന്റെ വെളി വെക്കും, പിന്നെയും മെട്രോയിൽ കയറും, അവിടുന്ന് വണ്ടി റെന്റ് ചെയ്ത് ഡെലിവറി ചെയ്യും. പ്രിയക്ക് ഇത് തന്നെയാണ് ഇവരോട് വരാൻ പറയുന്നത് കേട്ടാ. വേദു ഒരു ചില്ല് ചെയ്താൽ മതി അല്ലേ വേദു? പ്രിയ, മാഗ്നറ്റ്സ് വാങ്ങണ്ടേ? പിന്നെ എനിക്ക് ഇത് വാങ്ങണം. അത് നമുക്ക് തന്നല്ലേ ഡോക്ടർ? ഇതോ? ഇത് മാഗ്നറ്റ്. അത് നമുക്ക് മാഗ്നറ്റ്സ് പകരം ഇത് വാങ്ങാം അല്ലേ? റഷ്യൻ ഡോള്. ഇത് വാങ്ങണം, ഇത് വാങ്ങണം. അതെന്തിനാ എല്ലാം കൂടെ? 2 എണ്ണത്തിന് 150 ഉള്ളോ? അപ്പൊ നോക്കി എടുക്ക്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരില്ലല്ലോ. വേദു ഇറങ്ങുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോ ഇതൊക്കെ എടുത്തോണ്ട് പോകും. എന്തൊരു സൂവനിയേഴ്സ് ഇത് എന്തെടുക്കും? ഇപ്പൊ ഫുൾ കൺഫ്യൂഷൻ ആയില്ലേ? അവിടത്തെക്കാളും നല്ലത് ഇവിടെയാ. അകത്തോ? അപ്പൊ എടുത്തു വന്നത് വെറുതെ പോയാ? അല്ല, ഇവിടെ നടക്കാം. സെയിം ഷോപ്പ് അല്ല. അവിടെ നോക്ക് പ്രിയ, അത് നോക്കിട്ട് വരാം. ഇവിടെ നിന്നായിരിക്കും നമ്മളാ റാണി ക്രൗൺ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നത്. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു പ്രിയ, അവര് ശരിക്കുള്ള റാണിയാന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ മനസ്സിലായില്ല. നോക്ക്, അത് നോക്ക്, അങ്ങോട്ട് പോയി നോക്ക് പ്രിയ. ഇങ്ങനെ നോക്ക്. കൊള്ളാം. കണ്ട, എങ്ങനെ ക്രൗൺ വെക്കാൻ അറിയാത്ത റാണി. കൊള്ളാൻ സുന്ദരിയായിട്ടുണ്ടല്ലോ. കണ്ട,
ഈ ഡോളിന്റെ അകത്ത് ഈ ഡോള് കാണും, പിന്നെ ഈ ഡോള്, പിന്നെ ഈ ഡോള്, 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 അങ്ങനെ ഇതൊരു ഫുൾ സെറ്റ് ആണ്. എല്ലാം ഏറ്റവും പോപ്പുലർ മാഗ്നറ്റ്സിനെ കാട്ടി കൂടുതൽ വിറ്റ് പോകുന്ന ഈ ഒരു സംഭവം തന്നെയാണ് ഈ ഡോൾസ്. ഭയങ്കര പോപ്പുലർ. എൻ്റെ അകത്ത് കണ്ട ഡോൾസ് എൻ്റെ അകത്ത് വേറെ ചെറിയ ചെറിയ ഡോൾസ് കാണും. പക്ഷെ കാണാൻ തന്നെ ഒരു കണ്ണിന് കുളിർമയില്ലേ? പ്രിയ എവിടെ? കുളിർമ പറഞ്ഞില്ലല്ലോ. പ്രിയ കുളിർമയുണ്ടോ കണ്ണിന്? കുളിർമയുണ്ടോ കണ്ണിന്? പിന്നെ അതെ, ഇനിയിപ്പോ ഇത് എടുത്തേ പറ്റൂ. വേദു അമ്മ അമ്മന്ന് എന്നെ വിളിച്ചോണ്ട് പോയി. എങ്ങനെ തപ്പിപ്പിടിക്കുന്നു ഇവിടെ ബാക്കി നമ്മളൊന്നും കണ്ടില്ല. നമ്മള് ചോദിച്ചിട്ട് പോലും ഇവര് പറയും ഒന്നും ഇല്ലാന്ന്. ഇവർക്ക് തന്നെ അറിയാം. ഞാൻ ചോദിച്ചു സ്പൈഡർമാന്റെ വല്ലതും ഉണ്ടോ, ഇവര് തന്നെ ഇല്ലാന്ന് പറഞ്ഞിട്ട് വേദു തപ്പിപ്പിടിച്ചിട്ട് എന്നെ കൊണ്ടുപോയി എടുത്തോണ്ട്. അതെ, ഇവരിപ്പോ കണ്ടപ്പോ ഭയങ്കര വിലയാ പറയുന്നത്. ഇനിയിപ്പോ കരയും, എടുക്കാം, കുഴപ്പമില്ല. നാട്ടില് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്. വേദുവിന് ഇത് ഊരൂല്ല, എടുക്കാല്ല. ഇനിയിപ്പോ കരയും. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാം. നാട്ടില് 100 രൂപയ്ക്ക് കിട്ടണം. വേദു നോ ശാശാ ഇല്ല കണ്ട. ഓ, അങ്ങനെ ഭംഗി അറിയാൻ തുടങ്ങി പ്രിയ. നോക്ക്, കടയിലെ സ്ത്രീ പറഞ്ഞേ എന്റെ അടുത്ത് ഡ്രസ്. ഓ, അത് ചുമ്മാ നമ്മള് സാധനങ്ങൾ വാങ്ങാനായിരിക്കും ചിലപ്പോ. വേദു ശാശ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്ക. എല്ലാരെയും കാണിച്ചു കൊടുക്ക്. നീ ശാശ അങ്ങനെ കണ്ട. ഇനിയിപ്പോ ചാട്ടമൊക്കെ നീ നാട്ടിൽ പോണ വരെ ഈ മുഖം മാറൂല. ഇനി വേദുവിന്റെ മുഖം നിങ്ങൾ ആരും കാണൂല. ഇത് മാത്രമേ കാണൂ. ഡ്രസ്സിന്ന് ഉരിപ്പിക്കാൻ നമ്മള് പെട്ട പാടാ. അതാണെങ്കിൽ ഡെയിലി രാത്രി നനച്ച് ഡ്രസ് കരയും. ഓ, എന്തൊരു ആംബിയൻസ്, നല്ല സ്ഥലം. അച്ഛനമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി അനിയത്തിയൊക്കെ. ഞങ്ങൾ ഇവിടെ ഇതേപോലെ പാടി. നിങ്ങൾ പാടിയാ? ഇവര് പാടി. മലയാളം പാട്ട പാടിയ? ഈ റെസ്റ്റോറന്റ് നോക്ക്, ബിൽഡിംഗ് നോക്ക്. എന്തൊരു ഭംഗിയാലേ. ഇതൊക്കെയാണ് കുറച്ച് പ്രാഗ് ഒക്കെ ഓർമ്മ. അല്ല, ഇവിടെ ആക്ച്വലി പ്രാഗ് റെസ്റ്റോറന്റ് അങ്ങനെ എന്തോ ഉണ്ട്, പക്ഷെ അത് ക്ലോസ് ഡൗൺ. അത് വിക്കായിട്ടിരിക്കുക. എന്തൊരു ഭംഗിയാലേ. ബ്യൂട്ടിഫുൾ, സോ കളർഫുൾ. ഓ, ഇതൊക്കെയാണ് ആർക്കിടെക്ചർ അല്ലേ? ഐ ലവ് റഷ്യ. മാർവൽ ചെയ്യേണ്ട സംഭവം ഈ ആർക്കിടെക്ചേഴ്സ് തന്നെയാണ്. ആ പഴയ എസെൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരിപ്പോഴും അതൊരു റിനോവേഷൻ ചെയ്ത് എന്നാലും ആ പഴയ എസെൻസ് കളയാതെ ഇരിക്കുന്നത്. യു ക്യാൻ ജസ്റ്റ് കം ടു റഷ്യ ടു വാച്ച് ദി ആർക്കിടെക്ചർ. നാണെന്ന് പ്രിയ ഡാൻസിന് പോകാൻ വിളിക്കുക ആൾക്കാരെ. നമ്മുടെ സ്റ്റെപ്പ്. Лимон, ты наконец-то нашел себе жену. Прия Баба Рамдев он был. На этого парня подписан мистер Фантастик из фантастической четверки. Давай, Рома, брат, давай, Рома. Требуется 2 самых больших парня отсюда. എന്റെ മേളിൽ കൂടെ ചാടാൻ പോകുന്നു. Oh my god. Closer, please, closer. Дамы и господа, если вам нравится то, что здесь происходит, сделайте максимум шума.
Oh yeah. What's your name, bro? Nihal. Nihal. Yes. Давайте все вместе скажем прощай, Nihal. Goodbye, Nihal. Oh yeah. The most dangerous place, it's your place. Oh no, should I go? Да. Друзья, 3 недели трюк назад не получился. У него тоже сегодня не факт, что все получится. Человек, стоявший на этом месте, серьезно пострадал. Bro, you know, 3 weeks ago, that trick not done. The man who stayed here was died. ഇവിടെ നിന്നാണ് മരിച്ചുപോയത്. Друзья, чтобы мы были уверены в сохранности здоровья этого человека, не боялись за нашу അതെ ഒരു കൊച്ചും ഭാര്യയൊക്കെ ഉണ്ടെന്ന് പറ. нашего прыгуна. Нам необходим перевод. Окей, пошумим этой എല്ലാരും വഴക്ക് പറയാ. എല്ലാരും വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക. എന്റെ ദൈവമേ എന്റെ അടുത്ത് വരുന്നു. 5 рублей до 5000. ഏതു ഇവിടോ Окей, возьмите за руки. Руки вверх. Please hands. Yes. Поклон. Дамы и господа, всем спасибо, кто был с нами до конца добровольности. И это человек. അവർ നമുക്ക് ഗിഫ്റ്റ് തരുമോ പ്രിയ? മെമ്മറി. അതെ ക്യാഷ് എടുക്കുക, കുറച്ച് കൊടുക്കാം. എന്നാ പ്രിയ റഷ്യ ഇതൊക്കെ ഓർക്കണം, ഇതൊക്കെ മെമ്മറീസ് അല്ലേ? നല്ല പിള്ളേരല്ലേ? ഇതേ വേദു ചാടാൻ നോക്കി. ഇനി വേദു എന്നെ കുനിച്ചെടുത്ത് ഇതുപോലെ ചാടും കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ അടിച്ചു വാരലും വാക്യൂമിങ്ങും വെള്ളം അടിക്കലും മോപ്പിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ പാർട്ട് ഓഫ് ക്ലീനിനെസ് ആണ്. ഇത് ഇവിടെ എപ്പോഴും വന്നോണ്ടിരിക്കുമല്ലോ ഈ സംഭവം, ക്ലീനിങ് അല്ലേ? അതാണ് ഇത്, നമുക്ക് കിടന്നുറങ്ങാമല്ലോ. ഞാനേ ഈ ലൈറ്റ്സിന്റെ ഇടയിൽ കൂടെ അവിടെ നിന്ന് വരുന്നതൊന്നും എനിക്കൊരു പ്രിയക്ക് ഒരു സ്കൂട്ടറും ഉണ്ട്, പ്രിയയുടെ കുറെ ഷോർട്സും എടുക്കണം. മോൻ ആ ചേട്ടൻ എങ്ങനെയാ ഫ്ലൈ ചെയ്ത കാണിച്ചേ? ഓ ഓയ്യോ ഓ ഓ അടിപൊളി. ഓ വേദു ഫ്ലൈ, വേദു ഫ്ലൈ, വേദു ഫ്ലൈ. ഈ ഒരു പിക്ചർ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. വേൾഡ് വാർ 2 റഷ്യ USSRന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു ഭയങ്കര ഫേമസ് ലീഡറാണ്. പേരെനിക്കറിയില്ല, ആസ് യൂഷ്വൽ പ്രൊനൗൺസിയേഷൻ ഓഫ് മൈൻ ഇസ് റിയലി ബാഡ്. പക്ഷെ അവരൊക്കെ ഞാൻ പറഞ്ഞില്ല ഭയങ്കരമായിട്ട് പേട്രിയോട്ടിസം അവർ ഓണർ ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ. അല്ല ഇത് സ്റ്റാച്യു, ശരിക്കുള്ള സ്റ്റാച്യു പറയാ. അനക്കെ പൈസ ഇട്ടാനും കോയിൻ ഉണ്ടോ? കോയിൻ ഇട്. വേദു ചേട്ടനെ നോക്ക്. വേദു അതിട്, പൈസ ഇട്. അയ്യോ അയ്യോ, പൈസ ഇട്ടാ ചേട്ടൻ സൗണ്ട് ഉണ്ടാക്കും. ഇട്. അയ്യോ ഇട്. ഹായ് പറ. ഷൂട്ട് ചെയ്യ് ശാശ, ഷൂട്ട് ചെയ്യ്. ഓടി ഓടി. ആ ശാശയായി, ഇനി പേടിക്കണ്ട കേട്ടാ. അങ്ങനെ ഷോർമ എങ്കിൽ ലോക്കൽ അല്ലെങ്കിലും ഡോക്ടർ സാധിച്ച് തന്നിരിക്കുന്നു, വാക്ക് പാലിച്ചിരിക്കുന്നു. നമ്മൾ വേൾഡ് ഫേമസ് റഷ്യൻ ഹണി കേക്കാണ്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, എല്ലായിടത്തും കഴിക്കാൻ തോന്നും. പക്ഷെ അതൊന്നും തൊടാതെ നമ്മൾ നമ്മുടെ ഡ്രീം സാധനം റഷ്യയിലേക്ക് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ദാറ്റ് വി കെയിം ഹിയർ, ഹണി കേക്ക് എടുക്കാല്ലേ ഡോക്ടറെ? ഓക്കെ, താങ്ക് യു. പ്രിയ സാധിച്ചു. പ്രിയ ഡോക്ടർ ഹണി കേക്ക്, റഷ്യയിലെ ഏറ്റവും ഫേമസ് കേക്ക് റെഡിയാക്കി ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ വന്നപ്പോ തുടങ്ങി ദില്ലു പറയാ ഹണി കേക്ക്, ഹണി കേക്ക്. ഇത് എന്താ സംഭവം? ഇപ്പൊ കഴിച്ചു നോക്കാൻ പറഞ്ഞോ? അതും നല്ല പാട്ടൊക്കെ കേട്ട് ഈ സ്ട്രീറ്റിലൊക്കെ നിന്ന് കഴിക്കുന്ന ഒരു ഫീൽ അല്ലേ പ്രിയ? എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? എങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അതൊന്ന് ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? അവർക്ക് ഈ നമ്മുടെ വീഡിയോസ് എങ്കിലും ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലേ? ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചെങ്കിലും യു ആർ എക്സ്പീരിയൻസിങ് ദ ലോക്കൽ റഷ്യൻ ഫണ്ണോ. നിങ്ങൾ വരുമ്പോൾ റഷ്യ വരുമ്പോൾ ദില്ലു ചേട്ടൻ വന്ന് കഴിച്ചാൽ ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം കേക്ക്. പക്ഷെ നല്ലതാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക. ഇവിടെ ഒരു ഫാർമസി കാണും, അവിടെ ഒരു ഫൗണ്ടൻ കാണും, അതിന്റെ ഓപ്പോസിറ്റ് ഇതുപോലെ കേക്ക് എന്ന് എഴുതി കാണും, KEKC. അവിടെ വന്ന് ഹണി കേക്ക് ട്രൈ ചെയ്യുക. ഡോക്ടറിന്റെ ചിരി നോക്ക്. അവസാനം സക്സസ് ആയി പ്രിയ. തുറക്ക്. അന്ന് ആദ്യമേ പ്രിയനെ കഴിക്ക്. ലേയേഴ്സ് ആണ്, ഇറ്റ്സ് എ ലെയർ കേക്ക്. തുറന്നേ.
ഇരുട്ടാണ്, പക്ഷെ കാണാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് കാണാം ഓരോ ലെയേഴ്സ് ആണ്. അതാണ് അതിലെ ഒരു സ്പെഷ്യാലിറ്റി ഹണി കേക്കിന്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്ക്. മധുരമായിരിക്കും ഭയങ്കര. അത് കഴിക്കണ്ട, ഒരു നിർബന്ധമില്ല. ഞാൻ നിർബന്ധിച്ചോ? ഇല്ലല്ലോ. അങ്ങനെയല്ല, അത് അത്ര മധുരം ഉണ്ടായിക്കോളന്നില്ല. ഇല്ല, റഷ്യ വന്നിട്ട് ഹണി കേക്ക് ട്രൈ ചെയ്തില്ലെങ്കിലോ? നാണക്കേടല്ലേ? നല്ലതാണെങ്കിൽ ഞാൻ ഡെയിലി കഴിക്കുക. ആ എങ്ങനെയുണ്ട്? എനിക്ക് തോന്നി. ആണോ? ഞാൻ നോക്കട്ടെ. അപ്പൊ എനിക്ക് ഇഷ്ടമാവാൻ സാധ്യത കുറവാണ്. നോക്കട്ടെ. ഓ, എനിക്ക് എന്തിൻ്റെയൊക്കെ ഫ്ലേവർ കിട്ടുന്നതെന്ന് അറിയോ? ഇറ്റ്സ് സോ ഗുഡ്. ഹണി, കണ്ടൻസ് മിൽക്ക് ആൻഡ് സം വെരി വെൽ മെയ്ഡ് ഡെൻസ് ലൈറ്റ് അല്ല, വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇറ്റ് ഇസ് സോ ഗുഡ്. ഇറ്റ് ഇസ് സോ ഗുഡ്. ഇറ്റ് ഇസ് ലൈക്ക് അഡിക്റ്റീവ് അല്ലേ? ഒരു വാവ് അല്ല, പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ആ ഒരു ഫീലാണ്. വളരെ സട്ടിലാണ്. കണ്ടൻസ് മിൽക്കും ഉണ്ട്, പക്ഷെ എന്നിട്ടും വലിയ മധുരം എനിക്ക് തോന്നുന്നില്ല. അയ്യോ, കണ്ട ഭയങ്കര ഡെൻസ് കേക്കാണ്. താങ്ക് യു. ഓ, റഷ്യ എത്തി, മോസ്കോ എത്തി. So good, so good. Feeling so good. Taste മാത്രമല്ല, overall I am feeling so good being here. നിങ്ങൾ കഴിക്കാറുണ്ടോ ഇത്? ഇല്ല. നിങ്ങൾ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. ഇവര് ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആ പ്രിയ. അതൊക്കെ മാറ്റിയെടുക്കണം നമുക്ക്. എല്ലാം കഴിക്കുമോ? ഹലോ, ഞാൻ ഇവിടെ വേദുവിന് നഗറ്റ്സ് കൊടുത്തോണ്ടിരിക്കുന്നോണ്ടാണ് ഞാൻ കഴിക്കാത്തത്. അല്ല, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷെ കടയടച്ചു, അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ പോയി ഞാൻ വാങ്ങിയാല്. വേണ്ട, കുഴപ്പമില്ല, നമുക്ക് ഇനി ട്രൈ ചെയ്യാം. ഇനി നടക്കാനുണ്ടല്ലോ. നൈറ്റ് സ്റ്റിൽ യങ്. എന്താ? ഡേ ലൈഫും ഉണ്ട്, നൈറ്റ് ലൈഫും ഉണ്ട്. അതെ, എപ്പോഴും ലൈഫാണ് അല്ലേ? ഇവിടെ ആരും കിടന്ന് ഉറങ്ങുന്നൊന്നുമില്ല. എന്തിനാണ്? ഉറങ്ങുമൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാലോ. സമ്മേഴ്സിൽ, അതെ, വിന്റേഴ്സിൽ നേരത്തെ കിടന്ന് ഉറങ്ങും. സമ്മേഴ്സ് അവർ ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യും. കാണിക്കാനാണ് ഞങ്ങൾ രാത്രി വരുന്നത്. ഇപ്പോഴും സമയം നോക്ക്, 11 മണിയായിട്ടുണ്ട്. ബട്ട് സി, ഇറ്റ്സ് സ്റ്റിൽ ലൈഫ്. പിള്ളേർ വെളിയിലാണ്, ആൾക്കാർ വെളിയിലാണ്, ഡോഗ്സ് ആയിട്ട് വാക്കിന് ഇറങ്ങുന്നു. ആൻഡ് ഇതൊരു തിയേറ്ററാണ്. എനിക്കൊന്ന് നാഷണൽ തിയേറ്ററോ ഏതൊരു ടൈപ്പ് തിയേറ്റർ ആണ്. ഇവിടെ ഫുൾ ഡ്രാമാസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷനോ. ഇവിടെ ആക്ച്വലി ആർട്ട് സീൻ ഉണ്ടല്ലോ, ഈ ആർട്ട് ആൻഡ് കൾച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാലേസ് ഉണ്ട്, ഒപ്പറ ഷോസ് ഉണ്ട്, ഡ്രാമാസ് ഉണ്ട്, സ്കിറ്റ്സ് ഉണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആർട്ടിസ്റ്റിന് ഇത്രയും വാല്യൂ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ആ കൺട്രീനോട് റെസ്പെക്ട് ഭയങ്കരമായിട്ട് കൂടും. പ്രിയ, ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ് പ്ലേസ് പ്രിയ. എന്താ ഇത്? മൈ ഗോഡ്. Can you believe we are out in the open at 11 o'clock in the night? നമുക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു 1% ഒരു അൺസേഫ് ഫീലിംഗ് കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ ഇത് അപ്പുറത്ത് ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെയാണ്. പക്ഷെ അതിൻ്റെയും കൺസ്ട്രക്ഷൻസ് നോക്ക്. കൺസ്ട്രക്ഷൻ നിങ്ങളിത് ഒരുപാട് കേൾക്കും. ആർക്കിടെക്ചർ, കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് എസ്തെറ്റിക്സ്, ഇങ്ങനത്തെ വാക്കുകൾ. കാരണം അതുപോലെയാണ് ഇവിടുത്തെ ഏരിയാസ്. ഇവൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു ഇവിടുത്തെ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ്, ആ ഒരു ആംബിയൻസ്, ഒരു സൂതിങ് റിലാക്സിങ് ആംബിയൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ യെല്ലോ കളർ ലൈറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയല്ല ഇത്. ഇത് നോക്ക്, ഇത് ബ്രാസ്, അത് ലൈറ്റ് അല്ല. നിങ്ങൾ ഈ ഷൈനിങ് കാണുന്നത് അത് സിൽവർ എങ്ങാണ്ടാണ്. അതിൽ ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ വരുമ്പോ അങ്ങനെ വരുന്നതാ. കണ്ട, ആ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ അല്ല. ഇപ്പൊ ഇത് വേറെ ആംഗിളിൽ നിന്നൊക്കെ നോക്കിയാ ഇവിടെ ഒന്നും കാണില്ല. ഇത് ലൈറ്റ് അല്ല കേട്ടാ. പക്ഷെ മോളില് കണ്ടോ? മോളില് നോക്ക്. അല്ല, ഇത് ഓട്ടയാണ്, ബാക്ക് ലൈറ്റ്. ഇത് ഇത് മെറ്റൽ, ഇതൊരു മെറ്റലാണ്. മെറ്റലിൽ അവര് ഷേപ്പ് ഇൻസ്പയർ ചെയ്തിട്ട് ബാക്കിൽ കൂടെ ലൈറ്റ് കൊടുത്തിരിക്കുക. കണ്ട, ഓട്ടയത് കണ്ടാ. ട്രാൻസ്പെറന്റ് അല്ലേ? അപ്പൊ ബാക്ക് ലൈറ്റ് അടിക്കുമ്പോ നമുക്ക് ആൽഫബറ്റ് വായിക്കാൻ പറ്റും. ഇതാണോ നീ മറ്റേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ലെനൻ? അല്ല, ഇതേതോ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ലെനനെ കാണണമെന്നുണ്ട്.
നാട്ടിലാണെങ്കിൽ വട്ടാന്ന് വിചാരിക്കും, ഇവിടെ ആണെങ്കിൽ ഹാപ്പിനെസ് ആണെന്ന് വിചാരിക്കുള്ളൂ. കാരണം ഇവിടെ നോ വൺ ഇസ് ബോദർഡ് വാട്ട് യു ഗൈസ് ഡു. ഇത് ബൂമറാങ്ങിനാണ്, നാട്ടിൽ റോഡിലെ ബൂമറാങ്ങിന് വേണ്ടി ഷൂട്ടിംഗ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ. ഇതൊക്കെയല്ലേ രസം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫൈൻഡ് ഹാപ്പിനെസ്. ദാറ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് എ ട്രൂലി ഹാപ്പി ലൈഫ്. നമുക്ക് വി കാൻ വെയിറ്റ് ഫോർ ബിഗ് ബിഗ് തിങ്സ് ഓർ ഡ്രീംസ് ടു കം ട്രൂ. പക്ഷെ ഓരോ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാം. ഇതെന്താ ഇത്? പക്ഷെ ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. രാത്രി സമയം 11:30 ആവാറായി. ഡസന്റ് മാറ്റർ. നീ പറ്റുമെങ്കിൽ റെഡ് സ്ക്വയറും കൂടെ ഒന്ന് രാത്രി എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഐ ഹേർഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അങ്ങോട്ട് പോവാം. നൈറ്റ് ഇസ് സ്റ്റിൽ യങ്. ഇറ്റ് ഇസ് നോട്ട് ഓവർ. നൈറ്റ് ഇസ് സ്റ്റിൽ യങ്. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മൂമു കെഫെ എന്നാണ് എൻ്റെ പേര്, ഇവിടെ കയറി കഴിക്കാനായിട്ട്. ഇവിടെ ആക്ച്വലി ഒരുപാട് ലോക്കൽ ഫുഡ് കിട്ടും. വളരെ എക്സ്പെൻസീവ് അല്ലാത്തൊരു സ്ഥലമാണ്. വെരി പോപ്പുലർ പ്ലേസ് ഇൻ മോസ്കോ. പക്ഷേ വി കാൺ ഹാവ് ആസ് യൂഷ്വൽ ദെർസ് നോ ഡൈനിങ്. ഭയങ്കരമായിട്ട് മിസ്സായിപ്പോയി. നല്ല ലോക്കൽ ഫുഡും കിട്ടും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്തൊരു ഭംഗിയാ പറയാ രാത്രി സ്ട്രീറ്റ്സ് ഓഫ് മോസ്കോ. സാധാരണ ഒരു റോഡാണ്, പക്ഷെ എല്ലായിടത്തും ആ ലൈറ്റ്സും ആ ലൈറ്റ്സിന്റെ ഒക്കെ ഒരു സിമിട്രിയും ആ ഒരു പെർഫെക്ഷനും ഓരോ ബൾബ് കത്തുന്നതും എവറിത്തിങ് അല്ലേ. ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ആ രാത്രി എല്ലായിടത്തും എന്താണെന്നറിയോ, ഈ സെയിം ലൈറ്റ്സ് ആ കൊടുത്തിരിക്കുന്നത്. ആ ട്യൂബ് എവിടെയില്ല. അതുകൊണ്ടാണ് ഇത്രയും ഭംഗി. യെല്ലോ ലൈറ്റ്സ്. ഈ ബിൽഡിങ്സ് ഒക്കെ ഒന്ന് നോക്കിക്കുക. ഇതൊക്കെ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്സ് ആണ്. എന്തൊരു ക്ലാസ് അല്ലേ, ജസ്റ്റ് ക്ലാസ് പേഴ്സോണിഫൈഡ്. അതും രാത്രി. സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, കാരണം ഈ ഗോപ്രോയിൽ എടുത്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടില്ല. ഐഫോണിലാണ്, അപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. ബട്ട് ഐ തിങ്ക് ദ സൗണ്ട് വിൽ ബി ഓക്കെ. വാക്കിംഗ് അഗെയിൻ ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് മോസ്കോ അറ്റ് നൈറ്റ്. ടൈം ഈസ് അഗെയിൻ almost 12 o'clock. Electric buses ആണ്. I am in love with this country. Totally in love. ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ, സ്നോ ടൈമിൽ എങ്ങനെയായിരിക്കും ഇവിടെയൊക്കെ. Just see the buildings. ഒരു സന്തോഷം കിട്ടുന്നില്ല. Just like that. നിങ്ങൾക്ക് എപ്പോഴും ഇതുപോലെ സന്തോഷമാണോ റഷ്യ വരുമ്പോൾ? ആണല്ലേ? ആ അല്ല, ഞാൻ പറഞ്ഞ റഷ്യയിൽ വരെ 5 വർഷത്തിൽ എപ്പോഴും നിങ്ങൾ ഇതുപോലെ ഹാപ്പി ആയിട്ട് തന്നെയാണോ ഇരിക്കുന്നതെന്ന്? ഒരു കുഴപ്പമില്ല അല്ലേ? തണുപ്പ് വേറെ ഒരു കുഴപ്പമില്ലല്ലോ. ചൂടായി പോയി പോവാൻ പറ്റിയില്ല അല്ലേ? ആ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ? സ്റ്റേഷൻ എന്ത് വെൽ ലിറ്റ് അല്ലേ പ്രിയ രാത്രി? ഭയങ്കര അതെനിക്കത് വിന്റർ ആവുമ്പോ ഭയങ്കര ഇരുട്ടായിരിക്കുമല്ലോ. ഇത്രയും ഭംഗി. അതെ, ഇതിപ്പോ ഫൗണ്ടൻസ് ഒക്കെയാണ്, അതൊക്കെ കാണിച്ചു തരാം. മോസ്കോ അറ്റ് നൈറ്റ് എന്തായാലും എല്ലാം കാണുന്നുണ്ട്, മെയിൻ ഏരിയ ഒക്കെ. നൈറ്റ് വന്നില്ലാണെങ്കിൽ മിസ്സായാണ്. എനിക്ക് ക്യാമറയിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. നൈറ്റ് 12 മണിയാണ്. ഹോപ്പ്ഫുള്ളി ആവശ്യത്തിന് വെളിച്ചം കാണും. ബട്ട് ജസ്റ്റ് സീ ദിസ് പ്ലേസ്, സോ ബ്യൂട്ടിഫുൾ. നോ, നല്ല തണുപ്പും അല്ലേ? So what a beautiful place, Priya. Guys, എനിക്ക് യൂറോപ്പിലൊന്നും പോയപ്പോൾ കിട്ടാത്തൊരു സേഫ്റ്റി ഫീലിംഗ് ആണ് റഷ്യയിൽ കൂടെ, എസ്പെഷ്യലി മോസ്കോ. ഉൾഭാഗം എങ്ങനെയാണെന്ന് അറിയില്ല, മോസ്കോയിൽ കിട്ടുന്നത്. ഞങ്ങൾ ചെക്ക് റിപ്പബ്ലിക്കിൽ പോയി, ഹംഗറിയിൽ പോയി, പോളണ്ടിൽ പോയി. പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഐ എം ഫീലിംഗ് ടോട്ടലി സേഫ്. ഞാൻ വീണ്ടും പറയാണ്, ഐ ലവ് റഷ്യ. വാട്ട് എ ഗ്രേറ്റ് കൺട്രി. പ്രിയ, അകത്ത് പോകാൻ പറ്റില്ല, അടച്ചു. ആ ഗുമ്മോളിന്റെ അകത്ത് പോകാൻ പറ്റില്ല. പക്ഷേ ഐ പ്രോമിസ് യു വിൽ ബ്രിങ് യു 1 night. ഇനിയിപ്പോൾ 2 ദിവസം ഉള്ളൂ മോസ്കോയിൽ, പക്ഷെ വിൽ കം. ഓക്കെ? പക്ഷെ ഇവിടുത്തെ ഒരു ഐതിഹ്യമുണ്ട്, വിച്ച് വി ഹാവ് ടു ഡു. അതെന്താണ്? ഡോക്ടർ ഇവിടെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പിന്നെ നടക്കാൻ ഡോക്ടർ ഇങ്ങോട്ട് വന്ന് അതെ എക്സ്പ്ലെയിൻ ചെയ്ത സംഭവം. അതായത് അല്ല, അത് ഫസ്റ്റ് ഓഫ് ഓൾ കിലോമീറ്റർ 0 അല്ലേ? അതെ, റഷ്യയുടെ സെന്റർ ആണ്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്താലും ഈക്വൽ ലെങ്ത് ആണെന്നാണ് പറയുന്നത്. സെന്റർ ഓഫ് റഷ്യ, പ്രിയ. ഇറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് റെഡ് സ്ക്വയർ. നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, നമ്മൾ ഫസ്റ്റ് ഡേ അത് പറഞ്ഞില്ല. നമ്മൾ വിചാരിച്ചത് വെറും ഫോട്ടോ പോയിന്റ് ആണ്. ഓക്കെ, പക്ഷെ അതല്ല എന്റെ സ്പെഷ്യാലിറ്റി. ഇത് പറഞ്ഞു സെന്റർ ഓഫ് റഷ്യ ആണത്. അവിടെ എല്ലാ സ്ഥലത്തേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കുന്നത്.
അവിടെ തൊട്ട് ബാക്കിലേക്ക് നമ്മൾ കോയിൻ എറിയുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാന്ന് പറയല്ലേ, വരും ഇനിയും വന്നിരണം അല്ലേ? ഹോപ്പ്ഫുള്ളി ഇവിടെ ഒരു കൊണ്ടുവരണം ഡോക്ടറെ. അങ്ങനെ ഡോക്ടറുടെ നാക്ക് പൊന്നാവട്ടെ. കാരണം വി ലവ് മോസ്കോ സോ മച്ച്, വി ലവ് റഷ്യ സോ മച്ച്. ഇവിടെയൊക്കെ ഒരു വിന്റർ ഫീൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ. ക്രിസ്മസ് ഒക്കെ എന്തായിരിക്കും പ്രിയ ഇവിടെ അല്ലേ? വേഗം പോയി ഒരു ഡോക്ടറെ ഒരു 10 കോയിൻ എടുക്ക്, ഒന്നൊന്നും പോരാ. വരണം, അതെ. ഇന്ദ്രേട്ടനും എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് വരണം. ഞങ്ങൾക്ക് എല്ലാവരും ഇനി കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ ഗൈഡ് ആയിരിക്കും. ഇത്തവണ നമ്മൾ എക്സ്പ്ലോറിംഗ് ആയിരുന്നു. അടുത്തവണ വി ക്യാൻ ടേക്ക് ദം ഡയറക്ട്ലി ടു ദ പ്ലേസസ്. നോ 12:30 കോയിൻ അറിയാൻ നിൽക്കോ പ്രിയ? ചൈനക്കാരാട്ടോ ഫുൾ. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നത് ചൈനീസ് ആണ് റഷ്യയിലേക്ക്. തിരിഞ്ഞേക്ക് പ്രിയ. അപ്പൊ യു ആർ നൗ ഇൻ ദ സെന്റർ ഓഫ് റഷ്യ. എല്ലാരും നോക്കിക്കോട്ടെ നമ്മൾ എന്താ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും ബോധമല്ല, നമ്മുടെ ജോലിയാണ് വ്ളോഗിങ്. ഓക്കെ, ഇനി പ്രാർത്ഥിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്ക്. വി ഹാവ് ടു കം ബാക്ക് ടു മോസ്കോ. എറിഞ്ഞോ? കണ്ണടച്ചങ്ങ് ആഞ്ഞെറിഞ്ഞോ പ്രിയ? വന്നിരിക്കും. ആ സൗണ്ട് കേട്ടാ അറിയാം. ഇനി ഞാൻ അടുത്തത് ഞാൻ. വി ഹാവ് ടു കം ബാക്ക് ടു മോസ്കോ. വരണം. പറയാം 1 2 3. ഒന്നും കൂടെ എറിഞ്ഞോ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പോകുന്നില്ല എന്തായാലും. എറിഞ്ഞോ? പതുക്കെ എറിഞ്ഞാ മതി. ഫൈൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഡോക്ടർ നമുക്ക് ഇറങ്ങുവാണ്. ഇനിയും കാണണം കേട്ടാ. ഓക്കെ, അത് കുഴപ്പമില്ല. പുള്ളിക്ക് അതുകൊണ്ട് ഗുണമുണ്ടാക്കി ആവട്ടെ. നമുക്ക് അവിടെ ആഗ്രഹങ്ങൾ സാധിച്ചാൽ മതിയല്ലോ. അപ്പൊ പ്രിയ കോയിൻ പറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പാട്ടുകാരനാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങുവാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് നൈറ്റ് ടൂർ ഓഫ് ദ ബ്യൂട്ടിഫുൾ മോസ്കോ. ഇനിയും നല്ല നല്ല വ്ളോഗുകളായിട്ട് ഇനിയും നമ്മുടെ ഫേവറേറ്റ് ഡോക്ടേഴ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.